ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് തക്കാളി മേടിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഒരു 2 ദിവസം കഴിഞ്ഞാൽ ചില തക്കാളിയൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ തക്കാളി നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള തക്കാളിക്ക് നമ്മൾ ചെടികളുടെ ചട്ടിയിലും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിയും. അപ്പോൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ ശേഷം ഈ തക്കാളി മുളച്ച് വന്നിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ തൈകളൊക്കെ എടുത്ത് പറിച്ച് വേറെ ചട്ടിയിലൊക്കെ നടും. അല്ലെങ്കിൽ നമ്മൾ വേറെ തൈകൾ തടയും വാരൊക്കെ കെട്ടിയിട്ട് നമ്മളതിൽ ഈ തക്കാളിയുടെ തൈകൾ നടാറുണ്ട്. അപ്പോൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. അപ്പോൾ അത് ആരും മനസ്സിലാക്കണില്ല. അപ്പം സാധാരണ കൃഷി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ അപകടം വരിക. മറ്റ് സാധാരണക്കാർക്കായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പ്രശ്നം വരില്ല. അപ്പം കൃഷി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരു വലിയൊരു പ്രശ്നം ഇതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കയറി നമ്മൾ കൃഷിപരമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോസ് നമ്മൾ ചില വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ 1-2 വീഡിയോസ് ഞാൻ കണ്ടു. നമ്മൾ കടയിൽ നിന്ന് തക്കാളി വാങ്ങിച്ചിട്ട് നമ്മളത് മുറിച്ച് നമ്മൾ ഇന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാം, തക്കാളി വിത്ത് നമ്മൾ പുറമേ നിന്ന് മേടിക്കേണ്ട അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത്തരം തക്കാളി നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ അതായത് നമ്മൾ കൊണ്ടുവരുന്ന തക്കാളി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ വിത്തിനായി എടുക്കുന്ന തക്കാളി നമ്മൾ കൊണ്ടുവരുന്ന തക്കാളി ഇപ്പം തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ വളർത്തുന്ന ഏതെങ്കിലും ഒരു ഫാമിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടം അല്ലെങ്കിൽ ഫാമിൽ ഏതെങ്കിലും വിധത്തിലുള്ള വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തക്കാളിയിലേക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള തക്കാളി നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ തോട്ടത്തിൽ റിസ്ക് എടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഈ തക്കാളി വഴി നമ്മുടെ മണ്ണിലേക്ക് എത്തുകയും മണ്ണിൽ നിന്ന് അത് വളരെ പെട്ടെന്ന് ഒരു ചെടിയിലേക്ക് അത് വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസും ബാക്ടീരിയ ഒക്കെ ചെടികളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗം അത് പെറ്റ് വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അത്രയും വേണ്ട അതിനുള്ളിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ചെടികളൊക്കെ ഈ വൈറസും ബാക്ടീരിയ അറ്റാക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ തോട്ടം മൊത്തമായിട്ട് ഇത് ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യും. നമ്മുടെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ള സകല വിളകളെയും ഇത് ആക്രമിക്കും. അങ്ങനത്തെ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ആണെന്ന് നമ്മൾ തക്കാളിക്ക് ബാക്ടീരിയൽ വാട്ടം തന്നിട്ട് പ്രശ്നമുണ്ട്. പിന്നെ വൈറസിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. ഇലയ്ക്കൊരു കുരുടിപ്പ് പോലൊരു മഞ്ഞ ഒരു സംഭവം വരുന്നു, ഒരു വൈറസിൻ്റെ പ്രശ്നമാണ്. അതുപോലെ പെട്ടെന്ന് വാടി തടന്നു പോവുക, ഇതൊക്കെ വൈറസിൻ്റെയും ബാക്ടീരിയൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തോട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള വിളയിൽ നിന്നുള്ള വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സംഭവം എന്തായാലും ഉണ്ടാവും. പിന്നെ കൂടാതെ മറ്റൊരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഈ ഫംഗസിൻ്റെ സ്പോൺസ് അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള സാധനമാണ്, പൊടി പോലെ വായുവിൽ പറന്ന് കളിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് പലതരം വ്യത്യസ്ത രീതിയിൽ സ്പോൺസ് ഉണ്ട്. നമ്മുടെ ചെടികളെ വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നതും വളരെ സാവധാനത്തിൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ള പല ഫംഗസുകളും ഉണ്ട്. അപ്പം നമ്മുടെ തോട്ടത്തിൽ പൊതുവെ ഫംഗസ് ഒന്നും ഇല്ലാത്തൊരു നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തോട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന തക്കാളിയിൽ അതിൻ്റെ ചെറിയൊരു സ്പോൺസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ തോട്ടത്തെ മൊത്തം അത് ഇൻഫെക്റ്റഡ് ആവും. പിന്നെ ഉള്ള പ്രശ്നമാണ് നിമാവിരകൾ. ഈ നിമാവിരയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ്. തക്കാളിയൊക്കെ നിമാവര അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് നോട്ട് നെമറ്റോഡ് എന്നാണ് ഈ തക്കാളി ആക്രമിക്കുന്ന ആ പ്രത്യേക നിമാവരയുടെ പേര്. അപ്പോൾ ഈ റൂട്ട് നോട്ട് നെമറ്റോഡൊക്കെ നമ്മുടെ തക്കാളിയിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയുടെ വേരൊക്കെ ഒരു ഉരുണ്ട ചെറിയ ബോൾ പോലെ സംഭവം വേരിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. നമ്മുടെ റൈസോബിയം ബാക്ടീരിയ നമ്മുടെ പയറുചെടികൾ ഉണ്ടാകുന്ന അതേപോലത്തെ ഒരു സംഭവം ഈ തക്കാളിയുടെ വേരുകളുണ്ടായിട്ട് തക്കാളിയുടെ വളർച്ച സ്റ്റോപ്പ് ആകുകയും പിന്നെ തക്കാളി പാടി താഴ്ന്ന് പോകും, കായകൾ ഉണ്ടാവാത്തൊരു അവസ്ഥ വരും. അതാണ് റൂട്ട് നോട്ടിൻ്റെ മെറ്റോഡ് ചെയ്യുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ ചെറിയ ലാർവകൾ തക്കാളിയിലൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അല്ലെങ്കിൽ അവർ തക്കാളി പറിച്ചിട്ട് താഴെ വെക്കുന്ന സമയത്ത് ചെറിയ മണ്ണിൻ്റെ അംശം തട്ടി കഴിയുമ്പോൾ അതിൽ ചെറിയ ലാർവകൾ ഉണ്ടെങ്കിൽ ആ തക്കാളി വഴി വീണ്ടും നമ്മുടെ തോട്ടത്തിലെത്തിക്കും. അത് വിത്ത് വഴി നമ്മുടെ തോട്ടത്തിലെത്തിക്കുകയും അത് മുളപ്പിക്കുന്ന വഴി നമ്മുടെ ഫുള്ളായിട്ടുള്ള എല്ലാ തക്കാളി ചെടിയും മറ്റുള്ള പയറ് വിളകൾ മറ്റ് എല്ലാ സാധനങ്ങളെയും ഈ നെമറ്റോഡ് ആക്രമിക്കും. ടോട്ടലായിട്ട് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും. പിന്നെ ആ മണ്ണിൽ നമ്മൾ എന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും ആ നെമറ്റോഡിൻ്റെ ലാർവകൾ ആ മണ്ണിലുള്ളതുകൊണ്ട് അത് അത്യാവശ്യം ഒരു നീണ്ട കാലത്തേക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. നെമറ്റോഡിൻ്റെ പ്രശ്നം അത് ഭയങ്കര പ്രശ്നമാണ്. അതൊരിക്കലും നമ്മുടെ മണ്ണിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് പല നെമറ്റോസൈഡുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തക്കാളി വിത്ത് നമ്മൾ മേടിക്കുന്ന വിത്തുകൾ ഇപ്പോൾ ഹൈബ്രിഡ് ആയിരിക്കും. തക്കാളി മേടിച്ചിട്ട് തക്കാളി മുളപ്പിച്ചുണ്ടാക്കുന്ന വിത്തുകൾക്ക് ഹൈബ്രിഡിൻ്റെ ആ ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ വിള ലാഭം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും വിത്തുകൾ നമ്മൾ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും നഴ്സറി വഴിയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നോ അതിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നോ അല്ലെങ്കിൽ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വിത്തുകൾ മേടിച്ചിട്ട് നമ്മൾ നടുക. ഇങ്ങനെ വിത്തുകൾ മേടിച്ച് നടുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, നമുക്ക് ഒറിജിനൽ വിത്ത് കിട്ടും. അതിൻ്റെ ഒറിജിനൽ ഹൈബ്രിഡ് വിത്ത് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ഇൻഫെക്ഷനും ഇല്ലാത്ത വിത്തായിരിക്കും. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഹൈബ്രിഡ് ആണോ അല്ലാന്ന് അത് നമുക്ക് മാറ്റിയേക്കാം, പക്ഷേ ഇൻഫെക്ഷൻ ഇല്ലാത്ത വിത്ത്, അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ മെയിൻ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നോക്കേണ്ട കാര്യം. കാരണം വിത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തോട്ടം അത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. വൈറസ്, ബാക്ടീരിയ രോഗങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അത് പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു തുടക്കക്കാരനായിട്ടുള്ളൊരു കർഷകനാണ് വൈറസ്, ബാക്ടീരിയയെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു അറിവ് കുറവുള്ള ഒരാളൊക്കെ ആണെങ്കിൽ കൃഷി അയാൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മളൊരു അടുക്കള തോട്ടം തന്നെ ആണെങ്കിലും ശരി, അപ്പോൾ അവർക്കൊക്കെ കൃഷിയിൽ ബാക്ടീരിയ, വൈറസിനെ കുറിച്ചുള്ള എല്ലാം പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഈ ചെടികൾ വളർത്തുമ്പോഴും. അതുപോലെ നമ്മൾ മറ്റുള്ള ചെടികളിലേക്കൊക്കെ ഇത് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതാണ് ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നടരുത്. അത് നമ്മൾ അണിമത്വമാക്കിയിട്ട് അതിനെ നടുക എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിത്ത് നമ്മൾ ഒരു 10 രൂപയൊക്കെ ആവുള്ളൂ, 10 രൂപ 20 രൂപ അത്രയൊക്കെ ആവുള്ളൂ ഒരു വിത്തിൻ്റെ പാക്കറ്റിന്. അപ്പോൾ അത്രയ്ക്ക് അത് നമുക്ക് ആരെങ്കിലും വഴിയൊക്കെ നമുക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ തക്കാളി വാങ്ങിയിട്ട് അതിൻ്റെ വിത്തെടുത്ത് നമ്മൾ നടാൻ പാടില്ല. പലരും ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യും. പലരും അക്സെപ്റ്റ് ചെയ്യാൻ അല്പം മടിയുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് വരാം. അതുവരെ ബൈ.